പൊന്നിമല രാജാവ് എന്നൊരു രാജാവുണ്ടായി. ആ രാജാവിൻ്റെ മകനും മരുമകളും ഈ കൊമ്പും സ്രാവിൻ്റെ ഇതിലും കയറ്റിയിട്ട് ബിസിനസ്സിന് നടക്കുന്നതാണ്. അങ്ങനെ അവർ കപ്പൽ കയറ്റി വരുന്ന സമയത്ത് ഈ ചനിക്കൂട്ടങ്ങൾ കയറി എന്നാണ് പറയുന്നത്. മാരിക്കാലുവന് ഞാന് കുരുത്തോലാരക്കണിയും പാലാത്തിരുമുടി മൂടി കുഞ്ഞാന് തിരുമുടി വെക്കും കൂളിയന് ഞാക്ക് മരം മമായ കൂളികമ്മാക്ക് കൂട്ടോ ഒപ്പികോട്ടും ആറോളം കോലം കേട്ട് നിരത്തും ഞാനിവിടെ. അപ്പൊ ഈ ആറോളം കോലം ഗുളിയന് മരമൂടാന്ന് പറയുന്നത്. മരമൂട് അത് അങ്ങനെ പാടാത്തോണ്ട് അങ്ങനെ കിട്ടാത്തോണ്ടാണ്. അപ്പൊ മരമൂട് മുഖമായിട്ട് വെക്കൂന്ന് പറയുന്നുണ്ട്. അപ്പോൾ കപ്പൽ കയറിയ ഉടനെ ഇത് കപ്പൽ ഉരുളരും തുടങ്ങിയത് അവർക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു സാധനം കയറിയിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ അവർ ഈ കരക്കടുത്ത സമയത്ത് ഒരു വെള്ളമൊക്കെ പോയി മാമായം എന്ന് പറയുന്ന സാധനം ഒരു വെള്ളമൊക്കെ പോയി. അവർ മാരിക്കുളിയൻ മാരിക്കളിച്ച് മാമായക്കുളിയൻ ഇങ്ങനെ രണ്ട് ഭാഗമായിട്ട് പറഞ്ഞു പോകുന്ന പോക്കിൽ എല്ലായിടത്തും വിത്ത് കയറിക്കൊണ്ട് പോയി. ഒരു പല രോഗങ്ങളും പലതുമായിട്ട് ശനിയായിട്ട് അങ്ങനെ നോക്കുമ്പോഴൊക്കെ നാട്ടിലൊട്ടാകെ ശനിയും രോഗവും എല്ലാവരും വേറൊന്നുമില്ല. അങ്ങനെ ഇവർ പ്രശ്നം വെച്ച് അന്ന് ചെയർമാൻ പെരുമാളിയുള്ള സമയത്താണ് അയാളെ അങ്ങനെ ഒരു പ്രശ്നം വെച്ചാലും പറഞ്ഞ് ഇന്ന പോലെ 101 കൂട്ടം ശനിക്കൂട്ടുകളെ ബാധിച്ചിട്ടുണ്ട് പറഞ്ഞു. 101 കൂട്ടം ശനിക്കൂട്ടം ബാധിച്ച് ഇതിനെങ്ങനെ ഒഴിവാക്കാൻ നോക്കാമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് അങ്ങനെ മരയം പണിക്കാരെ വിളിച്ച് ഉറയൊന്നും നടക്കൂല പരിപാടി എന്ന് പറഞ്ഞു. അവർക്ക് 2 കൂട്ടേ പോകുമെന്ന് പറഞ്ഞു. പിന്നെ ബണ്ണാൻ കുരുക്കളെ വിളിച്ച് ബണ്ണാൻ അവരെ വിളിച്ചാലും പറഞ്ഞു അതും നടക്കൂല പറഞ്ഞു. അങ്ങനെ മൂലാരെ വിളിച്ച് മൂലാർക്കും പണി പോകുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പോരേം കുരുക്കളെ വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മാടായിത്തറ അങ്ങ് നാടെ ക്ഷേത്രമാണ്. ആടെ ആ മാടായിത്തറക്ക് ഇവർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അന്നത്തെ പൊള്ള വട്ടി തെക്കഞ്ചേരി എന്നിട്ട് പറഞ്ഞ ആളെ തന്നത് പൊള്ള. അങ്ങനെ ആ പൊള്ളനെ വിളിച്ച് പൊള്ളോട് സംഭവം പറഞ്ഞു. പൊള്ള പറഞ്ഞ് ഞങ്ങൾ ഒഴിച്ചു തരാമെന്ന് പറഞ്ഞു. എന്താ വേണമെന്ന് വെച്ചാൽ പറഞ്ഞ് ഞങ്ങൾക്ക് കൊട്ടമ്പാളയും കോത്തിരി പിന്നെ ബാക്കി ക്രിയാണ് ആയിക്കോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇയാളെ അന്ന് തന്നെ ഇയാളെ മനസ്സ് രൂപം കണ്ട് ഈ തെയ്യത്തിൻ്റെ രൂപങ്ങൾ കുരുത്തോലായാലും അതിൻ്റെ പിന്നെ ഈ ആഭരണങ്ങൾ ഇതിൻ്റെ ആഭരണങ്ങളായാലും ഇയാൾക്ക് മനസ്സ് രൂപം കണ്ട് അങ്ങനെയാണ് എല്ലാ തെയ്യത്തിൻ്റെ മാതിരിയല്ല ഈ തെയ്യം ഒരു പ്രത്യേകതര തെയ്യമാണ്. മാടായിക്കാവിൽ നാന്നിത് കെട്ടിപ്പുറപ്പെടാം. മാടായിക്കാവിൽ പോയി ആടന്ന് പിന്നെ അരിയും തിരിയും വാങ്ങി അങ്ങനെ ആടന്ന് ഉച്ചപൂജ കഴിഞ്ഞ ശേഷം കെട്ടി മാടായിക്കാവിൽ 4 വലം വെച്ച്
മടയൊക്കെ അപ്പുറം ഇപ്പുറമായിട്ട് 4 വലം വെച്ച് അതിനുശേഷം വീടുകളെല്ലാം ആടിയിട്ട് പാടി അങ്ങനെ ശനി വെച്ചുകൊണ്ട് വന്നു. കർക്കിടക തെയ്യങ്ങളെല്ലാം ഇങ്ങനെ സ്ഥാനവും പള്ളിയറിയും ഒന്നുമില്ലാത്ത തെയ്യങ്ങളാണ്. ഇപ്പോൾ കർക്കിടകത്തി ആണ് ഈ പെരുവണ്ണന്മാർ കെട്ടി ആടി ഒഴിവാക്കുന്ന ബാധ ഈ കർക്കിടകത്തിയാണ്. കർക്കിടകത്തി യഥാർത്ഥത്തിൽ പിന്നെ അമ്മദൈവമാണ്. അപ്പോൾ ഈ അവരുടെ വീടുകൾ പെരുവണ്ണന്മാരുടെ വീടുകളിൽ നിന്ന് കെട്ടിയിട്ടാണ് പോകുന്നത് തെയ്യം. അതുപോലെ പെരുമരൻ്റെ വീട്ടിൽ നിന്നാണ് വേടശനി പറഞ്ഞ വേടൻ കെട്ടിപ്പോകുന്നത്. എന്നാൽ ഇവിടെ ഈ മാടായിയും പരിസര പ്രദേശത്തുള്ള വലിയ ആട വ്യാപിച്ച വലിയ രോഗത്തിന് അല്ലെങ്കിൽ അന്നത്തെ കോട്ടൽ അന്നത്തെ മനുഷ്യൻ്റെ ചിന്തയിൽ അതൊരു വലിയ മാരിശനിയായിരുന്നു. അതിൽ ഒഴിവാക്കാൻ വേറെ വഴി അന്നില്ല. അന്നത്തെ ഒരു ഉപാധി അതില്ല, വേറെ ഒന്നുമില്ല അവർക്ക്. അപ്പോൾ എങ്ങനെയാണ് ഈ മഹാമാരിയെ മുറിച്ച് കടക്കുക എന്നുള്ള ഒരു പ്രതിസന്ധി വന്നപ്പോൾ അന്നത്തെ മനുഷ്യൻ്റെ മനസ്സിൽ വന്ന ആശയമായിരിക്കും ഇത്. അപ്പോൾ കൊറോണ ശരിക്കും ആ പാട്ടുകളിൽ ആലോചിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഈ എല്ലാം നിലച്ചു, നമ്മൾ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞ പോലെയാണ്. അത് കൃത്യമായിട്ട് ആ കാലത്ത് അതിൽ പറയുന്നുണ്ട്. ഈ പശു ആലയിൽ കൊമ്പും കുളമ്പും നഷ്ടപ്പെട്ട പശുക്കൾ എല്ലാം നഷ്ടപ്പെട്ട ഈ അത് പറയുന്നത് ഈ കാവിൽ വിളക്കില്ല, വേലയില്ല, അമ്പലത്തിൽ ശാന്തിയില്ല എന്നെല്ലാം പറയുന്നതാണെങ്കിൽ നിത്യജീവിതം സാമാന്യ ജീവിതം ആകെ നിലച്ച അവസ്ഥയാണ്. പിന്നെ വലിയ ദുരന്തം, ആ ദുരന്ത കഥേൻ്റെ പുറകിലുണ്ടാവും. ആൾക്കാരിങ്ങനെ രോഗം വന്നാൽ ഒഴിവാക്കുന്ന അവസ്ഥ, ദൂരം ഈ പുഴക്കരക്കുള്ള ഒറ്റപ്പെട്ട ദ്വീപിൽ കൊണ്ടാക്കൽ, അവരാടുന്ന് അങ്ങനെ തനിയെ മരിച്ചോളാം. തെയ്യം പറ്റും വെളിച്ചം പറയലും തെയ്യം പായ്ക്കലും കുടിക്കലും ആക്കുന്നതും തന്നെ. എന്നോട് കുമാരാട്ടം പറയൂ, ഏയ് അങ്ങനെണ്ട എന്നെ പറഞ്ഞിട്ട് അങ്ങനെ ആവും. പിന്നെ പണി തന്നെ ഇയാളെ പണി അത് തന്നെ ദിവസം നിങ്ങൾ ഒറ്റെങ്കിലും വരും കുമാരാട്ടന്. ഇപ്പം അയാളങ്ങ് പോയി തന്നെ കാര്യം, ബാക്കിയുള്ള കാര്യങ്ങൾ പറയും. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പണ്ട് കാര്യങ്ങൾ മാറാ രോഗങ്ങളുണ്ടായിരുന്നു. അന്ന് കുരിപ്പ്, വസൂരി, കോളറ ഇങ്ങനെ ഇതുണ്ടായപ്പോൾ ഇവർക്ക് തെളിഞ്ഞു കിട്ടിയതാണ്. മാരിത്തെയ്യം കെട്ടി ആടിയാൽ മാറാവ്യാധികൾ മാറും എന്നുള്ള ഒരു ഐതിഹ്യമാണ്. ഇതാണ് ഇവർ വർഷത്തിൽ കൊണ്ടാടുന്നത്. ഇത് ഇപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇതൊരു ശരിക്ക് ഈ നീരൊഴുക്കഞ്ചാലിൻ്റെ ഒരു ദേശീയ ഉത്സവം പോലെയാണ്. ഈ കർക്കിടകം 16 മാടായി കാവിൽ കെട്ടിയാടും. അതിനുശേഷം 17 നമ്മളെ ഈ നാട്ടിൽ. അതുപോലെ തന്നെ ഇതിന് ശേഷം കർക്കിടകം 28 ഒന്നും കൂടി ഇതേപോലെ കെട്ടിയാടുന്നുണ്ട്. അത് ഒരു ശരിക്കും പറഞ്ഞ ഒരു ചരിത്ര സംഭവമാണ് ഈ മാരിത്തെയ്യങ്ങളുടെ ഇത്. അത് കുമാരേട്ടനായിരുന്നു. കുമാരേട്ടൻ്റെ അച്ഛൻ കാനം പൂജാരി, പ്രശസ്തമായ ഒരു വ്യക്തിയാണ് ഈ കാനം പൂജാരി. അയാളുടെ മകനാണ് ഈ പറയുന്ന കുമാരേട്ടൻ. ഞങ്ങളുടെ എനിക്ക് ഏകദേശം 65-66 വയസ്സായി. നമ്മളിലെ ചെറിയ ഓർമ്മയിൽ കണ്ടുമുട്ടുന്നു. അന്നെന്തെന്ന് പറഞ്ഞാൽ ഈ തെയ്യത്തിൻ്റെ അന്ന്
സ്കൂള് പ്രവർത്തി ദിവസമാണെങ്കിൽ അന്ന് ഉച്ചയ്ക്ക് തന്നെ സ്കൂൾ വിടും. നമ്മുടെ BMLP സ്കൂൾ, മാടായി സ്കൂൾ ഈ തെയ്യത്തിൻ്റെ അന്നാണ് വരുന്നുണ്ടെങ്കിൽ അന്ന് ഉച്ചയ്ക്ക് തന്നെ സ്കൂൾ വിടും. കാരണം ഈ തെയ്യത്തിന് അന്ന് ഭയങ്കര പേടിയല്ലായിരിക്കും. ഇതിങ്ങനെ കുത്തി ഓടിൻ്റെ മുഖേലും കാണുമ്പോൾ പിള്ളേർക്കെല്ലാം ഭയങ്കര പേടി. അപ്പോൾ നമ്മുടെ ഹെഡ് മാസ്റ്റർ പറയും ഇന്ന് നമുക്ക് നേരത്തെ തന്നെ കുട്ടികളെല്ലാം വീട്ടിലെത്തിക്കുന്ന പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് തന്നെ സ്കൂള് ഒഴിവാക്കി കൊടുത്തു. തെയ്യം കെട്ടിയാൽ അവർ പിന്നീട് കുട്ടികളും കൂടെ പിന്നീട് ഓടും. കൂടി കഴിഞ്ഞാൽ കുട്ടികളെ ഒപ്പം ഓടലാണ്. ഏടം ഒരു ഓടുന്ന വെച്ചാൽ പിന്നീട് ഓടും. അതിനൊരു ആടെ നിൽക്കും. തെയ്യം പൂക്കനെ വെച്ചാൽ പൂക്കി കഴിഞ്ഞാൽ പിന്നെയും പൂക്കും. അല്ലെങ്കിൽ പിന്നെയും പൂക്കിക്കൊണ്ട് പിന്നെയും ഓടിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ അവസ്ഥയാണ് കുട്ടികളെ ഇത്. അതുകൊണ്ട് ഇത് അരങ്ങാണ് കുട്ടികൾ വരിക. ഫസ്റ്ററായിട്ട് ഒരു അരങ്ങാണ്. ഞാൻ അതേപോലെ തന്നെ നമ്മളെ ശ്മശാനം ആടിയിട്ട് ഇങ്ങനെ തെയ്യം വരികയാണ്. ഇപ്രാവശ്യം തെയ്യം കണ്ടിട്ട് വരുമ്പോൾ എൻ്റെ നാട് എനക്കറിയാലോ. ഞാൻ ഇങ്ങനെ വരുമ്പോൾ എത്ര പിള്ളേരുണ്ടായിരുന്നു എൻ്റെ ബാക്കിൽ ഇങ്ങനെ നടന്നിട്ട് വരും. ഞാൻ പിള്ളേരൊന്നും ഉപദ്രവിക്കൊന്നുമില്ലേ, തെയ്യം ഇങ്ങനെ പേടിപ്പിക്കലും ചെയ്യും. ഞാനും ഇങ്ങനെ രണ്ട് പേടിപ്പിക്കലും പിള്ളേരെല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ ഒരേ നടത്താം. ആ പിള്ളേർക്കൊരു ആവേശമാണ് തെയ്യത്തിൻ്റെ ഒപ്പം ഇങ്ങനെ പോകുന്നത്. തെയ്യത്തിനെ തൊടാൻ കഴിയുന്നില്ല ഒരു ഭാഗ്യം. അതിലിങ്ങനെ പിള്ളേരും എൻ്റെ കൂടെ തന്നെ അങ്ങനെ വരും. വീട് ഏത് വീട്ടിലെത്തുന്ന ആ വീട് വരെ അങ്ങനെ തന്നെ. അതാണ് ഈ നാട്ടിലെത്തിക്കഴിഞ്ഞാലും ഞാൻ തെയ്യം കെട്ടിന്ന് പറയുമ്പോൾ നമ്മളെ കുറേ ചങ്ങായിമാരുണ്ടാവും. അവരെന്നെ കൂട്ടിയിട്ട് പോയി ഇങ്ങനെ. അവർക്ക് വേണ്ട അനുഗ്രഹം എന്തായാലും തെയ്യത്തിൻ്റെ രീതിയിൽ നമ്മൾ കൊടുക്കും. ഒരാൾ ഇപ്പം പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ തെയ്യം മൊത്തം ഒന്ന് ഒഴിഞ്ഞിട്ട് അവരെ ഇല്ല എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ തെയ്യത്തിൻ്റെ ഇതിലേക്ക് എടുക്കല.
നമ്മൾ തെയ്യം കെട്ടിയ നമ്മളൊരു തെയ്യം. ദൈവം സർവശക്തൻ, സർവ്വവ്യാപി, സർവജ്ഞൻ, ഈ 3 ആട്രിബ്യൂട്ട്സാണ് ദൈവത്തിന് കൊടുക്കുന്നത് സ്ഥാപനവൽക്കരിക്കപ്പെട്ട മതങ്ങളിലെല്ലാം. പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരു പ്രദേശത്ത് മാത്രം ശക്തിയുള്ളതും നമുക്ക് വൈകാരികമായി ബന്ധപ്പെടാൻ പറ്റുന്നതും ഒരു ഹൃദയബന്ധം, പാശം എന്നാണ് നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്നത്. പാശം. ഇപ്പോൾ പാശമുള്ള ഒരു സങ്കല്പമായിട്ട് ഈ തെയ്യങ്ങൾ നിൽക്കും. അതാണ് അതിൻ്റെ വിശ്വാസത്തിൻ്റെ ഘടകം. രണ്ടാമത്തെ അതിന് തീർച്ചയായിട്ടും ഒരു മാനസികമായ നമ്മൾ പറഞ്ഞ മനഃശാസ്ത്രപരമായ ഒരു ഘടകം. അത് പുതിയ കാലഘട്ടത്തിലുള്ളതാണ്. പുതിയ കാലഘട്ടത്തിൽ ആ അറിവ് വരുന്നത് മനഃശാസ്ത്രപരമായ സമീപനങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊന്ന് തീർച്ചയായിട്ടും അതിന് മുമ്പേ ഉണ്ടാകുന്നത് സാംസ്കാരികമായത്. നമ്മൾ സാമൂഹ്യമായതെന്ന് പറയും. കുറേ കൂടി ബ്രോഡായി പറഞ്ഞത് സാംസ്കാരികമായ ഒരു വീക്ഷണകോണ് ഇതിനുണ്ട് എന്നതിന്. കാരണം ഏതു തരം മനുഷ്യരാണ് ഒരു സ്ഥലത്ത് ജീവിക്കുന്നത്, ആ മനുഷ്യരുടെ മതം അല്ലെങ്കിൽ അതുപോലെ ഉണ്ടാകുന്നൊരു ഒരു ട്രാൻസെൻഡൻ്റൽ അതീന്ദ്രിയമായ അനുഭവങ്ങളെല്ലാം ആ സംസ്കാരത്തിൽ നിന്ന് ഉണ്ടാക്കപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഈ മരുഭൂമിയിലോ അല്ലെങ്കിൽ കുന്നിൻപുറങ്ങളിലോ ആൾക്കാർ ജീവിക്കുന്നുണ്ടെങ്കിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അവരുടെ സർവൈവൽ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ വിശ്വാസങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ കൂട്ടപ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് ഉണ്ടായി വരുന്നത്. ഇപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ ദൈവവും ഒരു വ്യക്തിയും തമ്മിലുള്ള ബന്ധമാണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ മറ്റു ചില സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നത് ആൾക്കാർ കൂട്ടമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന മതപരമായ ഒരു ഹാർമണി, നമ്മൾ പറയുന്ന സോഷ്യൽ ഹാർമണി അല്ലെങ്കിൽ റിലീജിയസ് ഹാർമണി എന്ന് പറയുന്നത് അത് മതത്തിൻ്റെ ഉള്ളിൽ നിന്നുണ്ടായി വരുന്നതല്ല. അത് അതിനേക്കാളും കൂടുതലായിട്ട് ഒരു പ്രദേശത്ത് നിലനിൽക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്നതാണ്. Ah!
അതിൻ്റെ ഉള്ളിൽ വളരെ ഗൂഢമായ ചില കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾക്ക് അറിയില്ല. അത് ഈ പ്രകൃതി പ്രതിഭാസങ്ങളുമായി മനുഷ്യൻ നടത്തുന്ന, അങ്ങനെയാണ് ഈ മന്ത്രങ്ങളെല്ലാം കാണുന്നത്. അങ്ങനെയാണ് മന്ത്രങ്ങൾ വെറുതെ പുറമേ ഉച്ചരിക്കുന്നതെന്നല്ലാതെ അതിന് ചില ഇമ്പാക്റ്റുകളുണ്ടാവും. പക്ഷെ നമ്മൾ ഒരു സാഹിത്യത്തിലോ സിനിമയിലൊന്നും കാണുന്ന പോലെയുള്ള ഇമ്പാക്റ്റുകളല്ല. പക്ഷേ അതിന് ചില ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് മനുഷ്യൻ വിശ്വസിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അവർക്ക് മാത്രം ബോധ്യമാവുന്ന ചില ഇമ്പാക്റ്റുകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടാവും. അത് അതിൻ്റെ ആഴത്തിലുള്ളൊരു തലം. ഇപ്പോൾ നമ്മൾ തെയ്യക്കാരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അവരതിൻ്റെ ഏതോ ഒരു തലം വരെ മാത്രമേ സംസാരിക്കുള്ളൂ. അതിന് ശേഷം നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. അത് അനുഭവത്തിലേക്ക് കൂടി മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ ഒരു പെർസെപ്ഷൻ ആയിരിക്കും, ഒരാൾക്ക് ഉണ്ടാകുന്ന പെർസെപ്ഷൻ ആയിരിക്കും, മറ്റൊരാൾക്ക് അതുപോലെ തോന്നണമെന്നില്ല. പക്ഷെ ഒരു പ്രദേശത്തുള്ള ആൾക്കാർക്ക് ആ പെർസെപ്ഷൻ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ തെയ്യം തുടങ്ങിയെടുത്തല്ല തെയ്യം കുറച്ച് കഴിഞ്ഞപ്പോൾ ചരിത്രത്തിലുണ്ടാവുന്നത്. തെയ്യം അതിനുശേഷം ആധുനിക കാലഘട്ടത്തിലുണ്ടാകുന്ന ഈ കാലഘട്ടത്തിലുള്ളതും തെയ്യം നമ്മൾ തുടങ്ങിയെടുത്തുള്ള തെയ്യമല്ല. തെയ്യം വളരെ വ്യക്തിപരമായ ആഴത്തിലുള്ള വൈകാരിക ബന്ധമാണെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞ് സാമൂഹികമായ ഒരു ആൾക്കാരെ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു സ്ഥാപനമായി മാറുകയും പിന്നെ അത് വന്നുവെന്ന് എനിക്ക് തോന്നുന്നു അതൊരു സ്പെക്ടക്കിളായി മാറിക്കൊണ്ടിരിക്കുമെന്ന്. ഒരു ദൃശ്യം ആൾക്കാർ കണ്ട് ഒരു ഇവൻറ്റ് കുറച്ചും കൂടി കഴിഞ്ഞാൽ അതിനകത്ത് ഇവൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് എൻ്റർടൈൻമെൻറ്റിൻ്റെ ചില അംശങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടും. അത് വിഷ്വൽ, പിന്നെ അത് റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ തെയ്യത്തിന് വീഡിയോ എടുക്കുന്ന സമയത്ത് തീർച്ചയായും നമുക്കറിയാം അതിൻ്റെ അകത്തൊരു പിന്നെ പൊളിറ്റിക്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ തീർച്ചയായിട്ടും വരും. ഏത് ആംഗിളിൽ നിന്നാണ് നിങ്ങളതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്, ഏത് ആംഗിളിലാണ് ആൾക്കാർ അത് കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു ആംഗിളിലായിരിക്കും ചിലപ്പോൾ അത് വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാത്തൊരു ആംഗിളിൽ അത് റെപ്രസെൻ്റ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. മാരിത്തെയ്യം നമ്മളെ നാട്ടിൻ്റെ ഒരു ആചാരമാണ്. അപ്പം അതിനൊരു വീഴ്ച വരുത്താൻ പാടില്ല. നമ്മളെ തലമുറയായിട്ട് കൊണ്ടുവന്നില്ലേ, നമ്മളെ കാരണവന്മാർ എല്ലാവരും കൊണ്ടുവരുന്നില്ലേ. അപ്പം അതിനൊരു വീഴ്ച വരുത്താൻ പാടില്ല എന്ന് വെച്ചിട്ട് നമ്മൾ പുറമേ തെയ്യം കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ തന്നെ ചെറുതിലേ കണ്ടിട്ടുള്ള ഒരു തെയ്യം അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ കെട്ടിയിട്ട് പോകുന്നതാണ് മുമ്പോട്ടേക്ക്. കടലിലെത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്നും തിരിയില്ല. തെയ്യത്തിന് കെട്ടിൻചോറ വിട്ടിട്ട് അവർ ഇവിടുന്നേ തെയ്യം വരിയായിട്ട് പോകും. അതായത് ഒരു തെയ്യത്തിനെ പിടിച്ച് 10 തെയ്യം 10 തെയ്യത്തിനെയും പിടിച്ചിട്ടാണ് പോകും. അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ലാസ്റ്റ് പിന്നെ കടപ്പുറം ഇതിനൊഴുക്കിക്കണം എന്ന്, നീറ്റിലൊഴുക്കണം എന്നാണ്. അങ്ങനെ നീറ്റിലൊഴുക്കാനാണ് ഈ കടലിൻ്റെ ഇറക്കേക്ക് വരുന്നത്. അങ്ങനെ കടലിൻ്റെ ഇറക്കെ കൊണ്ടുവന്ന് തട്ടും തട വെച്ച് മുക്കോണ് വെച്ച് അങ്ങനെ കോത്തിരി കുത്തി സകല ക്രിയകളും വെച്ച് 2 തരം കുരിശ് വെച്ച് ഇതെല്ലാം വെച്ച് അതിൻ്റെ വേണ്ടുന്ന ക്രിയകളെല്ലാം വെച്ച് അറവ് നടത്തി അങ്ങനെ ഇതിനാ നീറ്റിലേക്ക് വിടുന്നത്.